കശുവണ്ടി ചട്ടിയിലിട്ട് വറുക്കേണ്ട പരിപാടിയാണ്. ഏകദേശം ഈ വണ്ണത്തിലുള്ള കശുവണ്ടി ആവശ്യമുണ്ട്. എന്നാലും നമുക്ക് എളുപ്പത്തിൽ പരിപാടി നടക്കും. അപ്പോൾ നമുക്ക് നേരെ കശുവണ്ടി ശേഖരിക്കാൻ പോവാം. അപ്പോൾ നമുക്ക് കശുവണ്ടി ശേഖരിച്ച് ആവശ്യമുള്ളതായി. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ വർക്കിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ചട്ടിയാണ്. നല്ലത് പഴയ ചട്ടി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് വേഗം ഹോൾസ് ഇടാൻ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ ഇതേപോലെ അടിയിൽ 4 ഹോൾസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഹോൾസിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാകുമ്പോൾ ഹോൾസാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു പഴയ കത്തിയും ഒരു സ്ക്രൂ ഡ്രൈവറുമാണ് യൂസ് ചെയ്യുന്നത്. സൂക്ഷിച്ച് ഹോൾസ് വേണം, അല്ലെങ്കിൽ ചട്ടി പൊട്ടിപ്പോകും. ഇതുപോലെ മെല്ലെ ഓവർ പ്രസ് ചെയ്യാതെ ഹോൾസ് ഇടാം. നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഹോൾസ് ഒന്ന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ലാസ്റ്റത്തെ ഹോൾസും കൂടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളെ ലാസ്റ്റത്തെ ഹോൾസിൻ്റെ പണിയും കൂടിയും കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി അടുത്തത് അടുപ്പ് സെറ്റാക്കണം. നമുക്ക് നേരെ അടുപ്പ് സെറ്റാക്കിയാലോ? അപ്പോൾ നമ്മളെ അടുപ്പിൻ്റെ പണി കഴിഞ്ഞ് അടുത്തതിന് ചട്ടി അടുപ്പിൽ വെക്കാം. അടുപ്പിൽ ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. ചട്ടി വെക്കാം. അടുപ്പിൻ്റെ കല്ല് വെച്ചത് കുറച്ച് ദൂരം മതിയായിപ്പോയി. നമുക്ക് കുറച്ചൊന്ന് അടുപ്പിച്ച് വെക്കാം. അപ്പോൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ചട്ടി ഉള്ളിൽ പോകാനുള്ള ഭാഗത്തിൽ കല്ല് വെക്കുക. നമുക്ക് കശുവണ്ടി ഇളക്കാനുള്ളതാണ്. ഇനിയാണ് നമ്മളെ മെയിൻ പണി. ഇതാ കശുവണ്ടി. നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച കുറച്ച് കശുവണ്ടി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. മുഴുവനായിട്ട് നമ്മൾ ഇന്ന് കശുവണ്ടി വറുക്കുന്നില്ല, കുറച്ച് മതി തൽക്കാലത്തേക്ക് ജസ്റ്റ്. അപ്പോൾ നമുക്ക് ഇനി അടുപ്പ് കത്തിക്കാം. ഓക്കെ, അപ്പോൾ അടുപ്പിൽ തീ കത്തിച്ചിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പണി ചെയ്യാം. കശുവണ്ടി സെറ്റാവണമെങ്കിൽ കുറേ തീ വേണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് ചപ്പെല്ലാം ശേഖരിച്ചിട്ട് ഇടണം. ഓല ഫുള്ള് ഓല കത്തിക്കാൻ നമുക്ക് മുതലാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ചപ്പും ചവറെല്ലാം കളക്ട് ചെയ്തിട്ട് കത്തിക്കാം. എന്തായാലും നല്ലോണം കത്തുന്നുണ്ട്. നല്ല രീതിയിൽ കത്തിയാലേ നമുക്ക് ഉള്ളിലുള്ള കശുവണ്ടി പരിപ്പ് നല്ല രീതിയിൽ ഊരിയെടുക്കാൻ കഴിയും. അപ്പോൾ നല്ല രീതിയിൽ കത്തിക്കണം. അപ്പോൾ ഏകദേശം അടിയിൽ തീയെല്ലാം കത്തി സെറ്റായിട്ടുണ്ട്, ഉള്ളിൽ ആയിട്ടുണ്ട്. അതിന് ഉള്ളിൽ തീ കത്തിക്കണം. അപ്പോൾ ഉള്ളിൽ തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നാലേ നല്ല രീതിയിൽ നമുക്ക് കശുവണ്ടി പരിപ്പ് ഊരി എടുക്കാൻ പറ്റും. അകത്ത് നല്ലപോലെ കത്തുന്നുണ്ട് തീ. അപ്പോൾ ഇത് ഓവർ ടൈം കത്തിച്ച് വെച്ചാൽ നമ്മളെ കശുവണ്ടി പരിപ്പെല്ലാം കത്തി നശിച്ചു. അപ്പോൾ കുറച്ച് നേരം മാത്രം വെക്കുക, നമുക്ക് മനസ്സിലാവുന്നവരെ. ലാസ്റ്റ് നമുക്ക് ആയിന്ന് മനസ്സിലായ ലേശം ഒന്ന് വെള്ളം കൊടുന്ന് തീ കെടുത്തിയാൽ മതി. ലേശം കൊടുന്നാൽ തന്നെ തീ കെടും. അപ്പം നമ്മളെ ഈ കശുവണ്ടി പരിപ്പിൻ്റെ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് ഒരിലയിലേക്ക് മാറ്റിയിട്ട് കുത്തിയെടുക്കാം.
ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ